അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രമുഖ ഖുർആൻ പ്രഭാഷകനും തൻ്റെ പ്രഭാഷണ വൈഭവം കൊണ്ട് ആരുടെയും മനസ്സിനെ തന്നിലേക്ക് അലിഞ്ഞു ചേർക്കാൻ പ്രാപ്തിയുമുള്ള മതപ്രഭാഷകനും പണ്ഡിതനുമായ ഹാഫിദ് മസ്ഊദ് സഖാഫി നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. ഹൃദയത്തിൽ കൊള്ളുന്ന ഉപദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഹാഫിദ് മസ്ഊദ് സഖാഫിയുടെ പ്രഭാഷണങ്ങൾ. ഇരുത്തം വന്ന ഒരു ആലിമിന്റെ സംസാരങ്ങൾ അനാവശ്യമായ വലിച്ചു നീട്ടലുകളോ അർദ്ധശൂന്യമായ വാചോടാപങ്ങളോ ഇല്ല. സ്വർഗവും നരകവും മരണവുമെല്ലാം എത്രയോ തവണ കൺമുമ്പിൽ തെളിയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. മക്കയിലും മദീനയിലും ആരുടെയെല്ലാമോ കൂടെ സഞ്ചരിക്കുന്ന പ്രീതി അനുഭവിച്ചിട്ടുണ്ട്. ബദറിലെ രണവീര്യം മുന്നിൽ നിറഞ്ഞാടുന്ന പോലെ ബദ്ധസ്തബ്ധരായി നിന്നിട്ടുണ്ട്. ഓരോ തവണ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോഴും ഇനിയെങ്കിലും നന്നാവണം എന്ന ചിന്ത മനസ്സിലുദിക്കും. പൊതുവെ മലയാള വാളുകൾ കേൾക്കുന്നത് വളരെയധികം കുറവുള്ളയാളാണ് ഞാൻ. കേട്ടതിലധികവും പേരോട് ഉസ്താദിന്റെയും മസ്ഊദ് സഖാഫിയുടേതുമാണ്, വിശേഷിച്ച് കൊറോണ കാലത്ത്. അല്ലാഹു തആല അദ്ദേഹത്തിന് മുന്തിയ ജസാ നൽകി അനുഗ്രഹിക്കട്ടെ. ബർസഖും ആഖിറവും സന്തോഷത്തിലാക്കട്ടെ. അറിവനുഭവങ്ങളും പ്രബോധന യത്നങ്ങളും സ്വീകരിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തിൽ ഒരുമിപ്പിക്കട്ടെ. ആമീൻ. സാധ്യമാവുന്ന അമലുകൾ ഹദിയ ചെയ്ത് ദുആ ചെയ്യണം എന്ന് സജീർ ബുഖാരിയുടേതാണ് ഈ പോസ്റ്റ്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടിയാണ് ഇത് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പലതവണ എൻ്റെ പ്രദേശങ്ങളിലൂടെ ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദ് കടന്നു പോയിട്ടുണ്ട്. ഒരുപാട് പ്രഭാഷണങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ പ്രഭാഷണം നടക്കുമ്പോഴും ആ പ്രഭാഷണത്തിൽ ഏത് വിഷയത്തെയാണോ ഉസ്താദ് കൊണ്ടുവന്നിട്ടുള്ളത് ആ വിഷയത്തിൽ നാം ഒരു കഥാപാത്രമാവുകയായിരുന്നു, അതനുഭവിച്ചറിയുകയായിരുന്നു. അത്രത്തോളം ഒരു പ്രാസംഗികനുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിൽ മേളിച്ചിരുന്നു. തൻ്റെ ശ്രോതാവിനെ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ പ്രഭാഷണ മണിക്കൂറുകൾക്കുള്ളിലെങ്കിലും ശ്രോതാവ് അക്ഷരാർത്ഥത്തിൽ ഉസ്താദ് പറയുന്ന വിഷയത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയായിരുന്നു. പലപ്പോഴും കണ്ണുനീരോടെയല്ലാതെ കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല. പേരോട് ഉസ്താദ് കഴിഞ്ഞാൽ മറ്റ് ഒരു പ്രഭാഷകനുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും ആത്മാർത്ഥതയുള്ള, ഇഖ്ലാസുള്ള, ജാടയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, തലയെടുപ്പ് കാണിക്കാത്ത ഒരു പണ്ഡിതനാണ്. ജനങ്ങൾ ഉത്ബുദ്ധരാവണം, ജനങ്ങൾ നന്നാവണമെന്ന ചിന്തയോടുകൂടിയല്ലാതെ ഉസ്താദിന്റെ ഒരു പ്രഭാഷണവും കഴിഞ്ഞു പോയിട്ടില്ല. പണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടി ആരുടെ മുമ്പിലും ഉസ്താദ് പറയേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുമില്ല, അതിനു വേണ്ടി പറഞ്ഞിട്ടുമില്ല. അത്രയും ഇഖ്ലാസുള്ള ഒരു പണ്ഡിതനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഓരോ പണ്ഡിതന്റെയും മരണം അത് ലോകത്തിന്റെ മരണമാണ്. അല്ലാഹു തആല നമ്മുടെ ജീവിച്ചിരിപ്പുള്ള പണ്ഡിതന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് അവരുടെ പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ഉസ്താദിന്റെ കഴിഞ്ഞുപോയ പ്രഭാഷണങ്ങളെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ, ഉസ്താദിനോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ നമുക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഒരു ചെറിയ പ്രഭാഷണ ശകലം അതുകൂടി നിങ്ങൾ കേൾക്കുമ്പോൾ ഉസ്താദിന്റെ മഹത്വം കുറച്ചുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അത് കാരണമാകും. നമുക്കൊരുമിച്ച് കേൾക്കാം ഉസ്താദിനെ. പുതിയതായിട്ട് നിങ്ങളൊന്നും കൊണ്ടുവരരുത്.
അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ അനുസരിക്കണം. വലാ തുഖാലിഫു, നിങ്ങൾ എതിരാകരുത്. ആ കാര്യം അല്ലാഹ് പറഞ്ഞത് എനിക്ക് കേൾക്കാൻ കഴിയൂല, ഈ കാര്യം നബി തങ്ങൾ പറഞ്ഞു എനിക്ക് കേൾക്കാൻ കഴിയൂല എന്നൊരൊറ്റ വിഷയത്തെ പറ്റി നിങ്ങൾ പറയരുത്. വസ്ബിറൂ, ക്ഷമിച്ച് ജീവിക്കണം. വലാ തജ്സഉ, വെപ്രാളപ്പെട്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. നല്ല ക്ഷമയോടെ ജീവിക്കണം. വസ്ബുതു, ഉറച്ചു നിൽക്കണം. ദീനിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. വലാ തതമസ്സഖു, ഭിന്നിക്കരുത്. നിങ്ങൾക്ക് മാത്രം വേറൊരു അഭിപ്രായം, നിങ്ങൾക്ക് മാത്രം വേറൊരു കാഴ്ചപ്പാട്, അത് വേണ്ട. ഉലമാ പകർത്തിത്തരുന്ന ദീനില്ലേ, ആ ദീനനുസരിച്ച് മുന്നോട്ടങ്ങ് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വസിയ്യത്താണ്, വന്തദിറൂ, അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ കാത്തിരിക്കണം. വലാ തയസു, നിങ്ങൾക്ക് നിരാശ വേണ്ട. പടച്ചോനെ, ഞാൻ 10 കൊല്ലായി ചോദിക്കുന്നത് നീ എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന് പറയരുത്. 10 കൊല്ലായി ചോദിക്കുന്നത് തന്നിട്ടില്ലല്ലോ എന്ന് പറയരുത്. അവിടെ അംബിയാഇന്റെ മനസ്സ് കാണണം. ഒരുപാട് കൊല്ലങ്ങളോളം മക്കളെ ചോദിച്ച മഹാനല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഉമ്മമാരെ, ഇബ്രാഹിം നബിക്ക് ആദ്യത്തെ സന്താനം ഉണ്ടാകുന്നത് ആദ്യം കല്യാണം കഴിച്ച സാറാ ബീവിയിലല്ല. സാറ ബീവിയിലല്ല ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്നത്. സാറ ബീവി റളിയല്ലാഹു അൻഹ ഇബ്രാഹിം നബിക്ക് ഹദിയയായി കൊടുത്തൊരു അടിമ സ്ത്രീയുണ്ട്. ആ അടിമ സ്ത്രീയുടെ പേരാണ് ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹ. ആ ഹാജർ ബീവിയിലാണ് ആദ്യത്തെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടാകുന്നത്. പക്ഷേ സാറ ബീവിക്ക് നിരാശയില്ല. ഹാജർ ബീവിക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായതിൽ കുശുമ്പില്ല, കുറുമ്പില്ല. എനിക്ക് ആദ്യം കുട്ടി ഉണ്ടായില്ലല്ലോ എന്നുള്ള നിരാശയില്ല. നല്ല ക്ഷമയോടെ ദീനിന് ഖിദ്മത്തെടുത്ത് സന്തോഷത്തോടെ പ്രവർത്തിച്ചപ്പോ ആ കുട്ടിയുണ്ടായി. 10-13 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഫബശർനാഹാ ബിഇസ്ഹാഖ് വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. ആദ്യം ഇസ്ഹാഖ് നബിയെ കൊണ്ടും പിന്നെ ഇസ്ഹാഖ് നബിയിൽ നിന്ന് യാക്കൂബ് നബി എന്നൊരു കുട്ടി, പേരക്കുട്ടിയും കൂടി ജനിച്ചിട്ട് ഈ ബാപ്പക്കും ഉമ്മക്കും അത് കാണാനുള്ള തൗഫീഖും കൂടിയുണ്ട് എന്ന സന്തോഷവും അല്ലാഹു നൽകി. അപ്പൊ അത്ഭുതത്തോടെ ആ സാറ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, സന്തോഷം പറയാൻ വേണ്ടി വന്ന മലക്കുകളോട്, യാ വൈലതാ അലിദു വഅന അജൂസുൻ വഹാദാ ബഅലി ശൈഖാ ഇന്ന ഹാദാ ലശൈഉൻ നജീബ്. എനിക്ക് തന്നെ പ്രായം അങ്ങെത്തി, എന്റെ ഭർത്താവ് ഇതാ 100 കഴിഞ്ഞു, അല്ലെങ്കിൽ 100നോട് അടുത്തെത്തി. എനിക്കാണെങ്കിലോ ഏകദേശം 80 കഴിഞ്ഞു 90ലേക്കും എത്തി. ഈ പ്രായത്തിൽ ഞാൻ പ്രസവിക്കുകയോ, എന്റെ ഭർത്താവ് ഇത്രയും വലിയ പ്രായത്തിൽ അതിനല്ലാഹു ആവത് നൽകുകയോ, ഇത് വല്ലാതെ വിസ്മയപ്പെടുത്തുന്നൊരു കാര്യമാണ്. മലക്കുകൾ പറഞ്ഞു, തഅജബീന മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനത്തെ പറ്റി നിങ്ങൾ അതിശയിക്കുകയാണോ? അങ്ങനെ അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു. എത്ര സുബറോടെയാണ് കഴിഞ്ഞത്. ഒരു ക്ഷമക്കേടുണ്ടായില്ല. ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും കുട്ടിയെയും കാണാൻ വേണ്ടി സാറ ബീവി റളിയല്ലാഹു അൻഹയോട് ഇബ്രാഹിം നബി അലൈഹിസ് സലാം ചോദിച്ചു, ഞാൻ ഓരോന്ന് കാണാൻ പോട്ടെ. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, പോയിക്കോളി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ പോയി കണ്ട് സന്തോഷപ്പെട്ട് അവരോട് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് റാഹത്തോടെ തിരിച്ചു വരി. എന്തെങ്കിലും ഒരു കുശുമ്പ് കുറുമ്പുണ്ട് പിന്നാക്ക എന്നല്ലേ പറയാ, അങ്ങനല്ലല്ലോ പറഞ്ഞ്. നിങ്ങൾ പോയിക്കൊണ്ടോ, അവരെ കണ്ട് സന്തോഷിച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് അവരെ സബറിന്റെ മനസ്സ്? അതുകൊണ്ട് നിരാശപ്പെടരുത്. കുറെ ഞാൻ ചോദിച്ചു എനിക്ക് കിട്ടിയില്ല എന്നുണ്ടാകരുത്. അള്ളാഹു നമുക്ക് ഖൈറാക്കി തരട്ടെ. ഒരു നിരാശയുണ്ടായില്ലല്ലോ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്. മകനെ കാണാഞ്ഞിട്ട് 80 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ടത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. എത്ര ചെറിയ പ്രായത്തിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി കിണറ്റിലിട്ടത്. ബാപ്പയിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് വയസ്സ് 10 16 വയസ്സായിട്ടുള്ളൂ, ചെറിയ വയസ്സ്. ആ വയസ്സിലല്ലേ മൂത്തക്കാക്കന്മാര് കൊണ്ടുപോയത്. കുറെ പ്രായം കഴിഞ്ഞിട്ടും യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സെന്താണ്? മക്കളെ, നിങ്ങൾ യൂസുഫ് നബിയെയും സഹോദരനെയും പോയി അന്വേഷിക്കണം, നിരാശപ്പെടരുത്. നിരാശ വേണ്ട, അല്ലാഹു തരും.
അങ്ങനെ കാണുന്നത് 80 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഖുർആൻ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ അവരെ മനസ്സിന്റെ ആ ഒരു കാര്യം അല്ലാഹു തആല സാധിച്ചു തരുന്നതിനുള്ള ആ ഉറപ്പെത്രയാണ്, പ്രതീക്ഷ എത്രയാണ്. അതാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, വന്തദിറു വലാ തൈഅസു, കാത്തിരിക്കണം, നിരാശപ്പെടരുത്. നിരാശപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വരും? മനസ്സിന്റെ താളം തെറ്റിപ്പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ ഇപ്പൊ ഈ മരുന്നൊന്നും കുടിച്ചിട്ട് മാറാത്ത? ഇനി ഇതിനൊന്നും ആകൂല, കുറച്ച് സ്ട്രോങ്ങിലാണ്, വേഗം കുടിക്കാം, എന്നാ വേഗം പോകാലോ. അങ്ങനെ സ്ട്രോങ് കൂടുതൽ കുടിച്ചിട്ട് പെട്ടെന്ന് ആത്മാഹുതിയിലേക്ക് മുതിരുന്നതിനേക്കാളും നല്ലത് നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കലാ നല്ലത്. നിരാശ വന്നു കഴിഞ്ഞാൽ പലതും സംഭവിക്കും. ഷെയ്ഖ് ജീലാനി തങ്ങൾ ശിഷ്യന്മാരോട് പറയാണ്, ദിക്റിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണം. വലാ തതഫറഖൂ, ഒറ്റക്ക് ആയി പോകണ്ട. ഒരു സംഘം ആളുകൾ ദിക്ർ ചൊല്ലുന്നതും ഒറ്റക്ക് ചൊല്ലുന്നതും മാറ്റല്ലേ? എത്ര മാറ്റണ്ട് ആ സംഘം ആൾക്കാരിൽ. നിങ്ങൾ നോക്ക്, ഒരു 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ദുആഇന് ഇജാബത്തുള്ള ഒരാളുണ്ട്. അതൊരു ആപ്തവാക്യമൊന്നുമല്ല, അതൊരു ശരിയായ നിലക്കുള്ള വാക്യം തന്നെയാണ്. അപ്പൊ ആ 40 ആളുകളെ കൂട്ടത്തിൽ ആ ഒരാൾ ആരും ആകാലോ, ആരും ആകാം. അതുകൊണ്ട് ഇത് ചെറിയൊരു സദസ്സല്ല, ദിക്റിന് വേണ്ടി ഒരുമിച്ച് കൂടണം. അതെ, നമ്മളോടൊക്കെ ഇപ്പൊ നസീഹത്ത് പ്രത്യേകം പറയണം. ഓരോ പള്ളിയിലും വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ഒന്ന് പോയി നോക്കിയാൽ ഇങ്ങനെ എണ്ണണം, കഴിഞ്ഞു. പിന്നെ മാസാന്ത സ്വലാത്തിന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അല്ല, എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവിലെ ഒക്കെ ഒരുമിച്ച് കൂടണം. നിങ്ങൾ നോക്ക്, ആഴ്ചയിൽ സ്വലാത്ത് നടക്കുന്ന വലിയൊരു കേന്ദ്രമാണ്. എത്രയോ വർഷങ്ങളായിട്ട് ബഹുമാനപ്പെട്ട മമ്പറത്തുപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ. സുബ്ഹാനല്ലാഹ്, ആ ആളുകളൊക്കെ ആഴ്ചയിൽ അവിടെ വരുന്നത് ചോറിട്ടാനാ, പായസം കിട്ടാനാ? എന്ത് ചോറ്, എന്ത് പായസം? സ്വലാത്തിന് വേണ്ടി വരികയാണ്. അവരൊറ്റ ലക്ഷ്യം. എവിടുന്നെല്ലാം ദൂരത്തുനിന്ന് ആളുകൾ വരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ആ ഹളറത്തിൽ ഇരുന്നിട്ട് എത്ര ആഴ്ചയിലാ സഹോദരങ്ങളെ, എത്ര കാലമായി. വല്ലാത്തൊരു സദസ്സല്ലേ. ദിക്റിന് വേണ്ടി ഒരുമിച്ച് കൂടണം. അവനവന്റെ പള്ളിയിലൊക്കെ ദിക്റുണ്ട് എന്നുള്ള ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ അന്ന് അതിനാകണം നമ്മളെ ശ്രമം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചില ആളുകളൊക്കെ ഉണ്ട് ദിക്റിന്റെ ഒരൊറ്റ മജ്ലിസും വിടാത്ത ആൾക്കാർ. ഓലൊക്കെ അവസാനം അതുകൊണ്ടുള്ള ഗുണം പോലെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആ ചരിത്രമൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി വിഷയം പറയേണ്ടതൊന്നും നടക്കൂല. ഒറ്റ ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എല്ലാ ദിക്റിന്റെ മജ്ലിസിലും ഒരുമിച്ച് കൂടുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഉമറുള്ളാന്റെ കാലത്താണ് മരിക്കണത്, സ്വഹാബിയൊന്നുമല്ല. പക്ഷെ ദിക്റിന്റെ മജ്ലിസ് എവിടെ ഉണ്ടോ, സ്വലാത്ത് മജ്ലിസ് എവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ. സ്വലാത്ത് മജ്ലിസായ മജ്ലിസുകളൊക്കെ ഉണ്ടാവും. സമ്പന്നന സ്വലാത്ത് മജ്ലിസ് ഒറ്റൊന്നും ഒഴിവാക്കൂല. മരിക്കാൻ കിടക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവസ്ഥക്ക് മാറ്റം വന്നു. നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാണ്, പക്ഷേ മുഖവും ശരീരവും ഒക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് വല്ലാത്ത വിഷമമുള്ള അവസ്ഥയിലായി. നിറം തന്നെ മാറി, രൂപഭാവങ്ങളൊക്കെ മാറ്റം വന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ആളുകളൊക്കെ കേൾക്കുന്നുണ്ട്, അല്ലാഹ്, ഇതെന്റെ ജീവിതത്തിന്റെ അവസാന സന്ദർഭമാണെങ്കിൽ നിന്റെ നബിയുടെ ഒരൊറ്റ സ്വലാത്തിന്റെ മജ്ലിസും ഞാൻ വിട്ടുപോയിട്ടില്ല. ലാസ്റ്റ് സമയത്ത് ആ സാക്ഷ്യപ്പെടുത്തുന്നത് ചെറിയൊരു സാക്ഷ്യപ്പെടുത്തലല്ല. ആളുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും തിങ്ങിക്കൂടി നിൽക്കുമ്പോ ഒരു വെളുത്ത പക്ഷി അതാ ആ മനുഷ്യൻ കിടക്കുന്ന റൂമിലേക്ക് ഇങ്ങനെ പറന്നു വന്നു. ആ പക്ഷിയുടെ ചിറക് കൊണ്ട് ശരീരമാശകലം ഒന്നിങ്ങനെ തടവി പക്ഷി അങ്ങ് പാറിപ്പോവുകയും ചെയ്തു. പിന്നെ ആ ശരീരത്തിന്റെ ഒരു പ്രകാശം, പിന്നെ ആ ശരീരത്തിന്റെ ഒരു സൗന്ദര്യം വർണ്ണിക്കാനൊക്കില്ല. അങ്ങനെ നല്ല മുത്തുമണിയായ, നല്ല മിനുമിനുത്തമുള്ള, കാണാൻ നല്ല ചന്തമുള്ള, സൗന്ദര്യമുള്ള മുഖത്തോടെ ആ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുന്നു. നല്ല റാഹത്തുള്ള അവസ്ഥ.
നല്ല സന്തോഷമുള്ള അവസ്ഥ. അതിനാ മനുഷ്യന് അല്ലാഹു തആല വിധിയേകിയത് ജീവിതകാലത്തുള്ള സ്വലാത്തിന്റെ ഹൽക്കയിലും ദിക്റിന്റെ മജ്ലിസിലും സംബന്ധിച്ചതാണ്. അതുകൊണ്ട് ആ ശൈഖ് ജീലാനി തങ്ങൾ ശിഷ്യന്മാരോട് ഉപദേശിക്കുന്നത് വജ്തമിഉ അല ദിക്ർ, ദിക്റിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണം. വലാ തതഫറഖു, നിങ്ങൾ ഒറ്റക്കൊറ്റക്കായി പോകരുത്. വതതഹറു അനിദ് ദുനൂബ്, വൈകല്യങ്ങൾ എപ്പോൾ സംഭവിച്ചാലും ശുദ്ധീകരിക്കണം. ഇസ്തിഗ്ഫാർ ആണല്ലോ ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം. വൈകല്യങ്ങൾക്ക് ശുദ്ധീകരണം സ്വീകരിക്കണം. വലാ തതലത്തഹു, വൈകല്യങ്ങളുമായി ഇങ്ങനെ കലർന്നിട്ടൊരു ജീവിതമാകരുത്. വൈകല്യം സംഭവിക്കുന്നതൊക്കെ ശുദ്ധീകരിക്കാൻ നോക്കണം. വഅൻ ബാബി മൗലാകും ലാ തബ്റഹു, യജമാനനായ റബ്ബിന്റെ കവാടത്തിൽ നിന്ന് വിട്ടുപിരിയാതിരിക്കണം. എപ്പോഴും അല്ലാഹുവിനോടുള്ള ചോദ്യം മാറ്റരുത്. നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാഹുവിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവർകൾ പഠിപ്പിക്കുന്നു, അതേ ഒരു മുറബ്ബിയായ ശൈഖാണെങ്കിൽ, സഹോദരങ്ങളെ, ത്വരീഖത്തിന്റെ പദവിയിലേക്ക് എത്തിയൊരു മഹാനാണെങ്കിൽ ആ മഹാനിൽ 12 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരു സാധാരണ രൂപത്തിലുള്ള ആളായിരിക്കൂല. ഒരു വലിയ സ്ഥാനത്ത് വിരാജിക്കുന്ന ആളാണെങ്കിൽ അയാളിൽ 12 കാര്യങ്ങൾ പൂർണ്ണമായ രൂപത്തിൽ കാണാൻ കഴിയും. 2 അല്ലാഹുവിൽ നിന്നാണ്, 2 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്, 2 അബൂബക്കർ റളിയല്ലാഹുവിൽ നിന്നാണ്, 2 ഉമർ റളിയല്ലാഹുവിൽ നിന്നാണ്, 2 ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്നാണ്, 2 അലി റളിയല്ലാഹുവിൽ നിന്നാണ്. മൊത്തം കൂട്ടി നോക്കുമ്പോ 12 കാര്യമായി. ഈ 12 കാര്യം 2 അല്ലാഹുവിൽ നിന്ന്, 2 അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന്, 2 സിദ്ദീഖ് റളിയല്ലാഹുവിൽ നിന്ന്, 2 ഉമർ റളിയല്ലാഹുവിൽ നിന്ന്, 2 ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്ന്, 2 അലി റളിയല്ലാഹുവിൽ നിന്ന്. 12 കാര്യങ്ങൾ ഒരു ശൈഖിന്റെ ജീവിതത്തിൽ കാണാം. അല്ലാഹുവിൽ നിന്നുള്ള 2 കാര്യങ്ങൾ എന്താണെന്നറിയോ? യകൂനു സത്താറൻ ഗഫാറാ, മറ്റുള്ളവരുടെ വൈകല്യങ്ങൾ ഒന്നും അയാളെ നാവ് കൊണ്ട് പറയൂല. നിറച്ചു വെക്കുകയാണ്. അയാളോട് എന്ത് പൊരുത്തക്കേട് ചെയ്താലും പൊരുത്തപ്പെട്ടു കൊടുക്കും. ഇനി ഒന്ന് വിലയിരുത്തി നോക്കി. ഷെയ്ഖ് എന്ന് പറയുന്ന പദവിയിലേക്ക് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒന്ന് വിലയിരുത്തി നോക്കി. 2 കാര്യങ്ങളുണ്ടോ? ഒന്നും ഒരു കേടും പറയില്ല. ഇനി എന്തെങ്കിലുമൊക്കെ കരുതി കൂട്ടിയല്ല, അങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് കൂട്ടിക്കോളും. അറിയാതെ ഒന്ന് സംഭവിച്ചു എന്ന് കൂട്ടിക്കോളി. ഒരാളിൽ നിന്ന് ഒരു അബദ്ധം ഈ ഷെയ്ഖിനോട് പൊരുത്തപ്പെട്ടു കൊടുക്കും. അത് പിന്നെ ആ ശിഷ്യന്മാര് പുറത്താരോടോ പറഞ്ഞിട്ട് അറിയാന്നല്ലാതെ മൂപ്പരാരോടും പറയില്ല. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവർകള് രാത്രി പള്ളിയിലേക്ക് പോവാ. പള്ളിയിലെത്തി, തഹജ്ജുദിന്റെ നേരത്ത് പള്ളിയിലെത്തി. അപ്പൊ ഒരാള് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പൊതിരെ തല്ലി. അടിയോടടി, സുബ്ഹാനല്ലാഹ്, കഴുത്തിനും പുറത്തും തോളിനും അടിയന്നെ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ഒരു അടിയും കൊടുക്കുന്നുണ്ടോ? ഒരൊറ്റ അടിയുമില്ല. അപ്പൊ അടിക്കുന്ന ആള് ചിന്തിച്ചു, എന്താ ഇപ്പൊ സംഗതി ഇത്? തിരിച്ചൊരടി അടിക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട്, അടിക്കാൻ കഴിയാത്തോണ്ടായിരിക്കുന്നു കരുതി മൂപ്പര് സമാധാനിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഇദ്ദേഹം അടിക്കാൻ വേണ്ടി കാത്തിരുന്ന ആള് തൊട്ടപ്പുറത്തുനിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോ ഇയാൾ അത്ഭുതപ്പെട്ട് ചിന്തിച്ചു, പടച്ചോനെ, അപ്പൊ ഞാൻ നേരത്തെ അടിച്ച ആളാരാ? എന്റെയൊക്കെ നേരത്തെ കുറെ അടി കൊണ്ടല്ലോ ഒരാള്. അതാരാള്? എനിക്ക് അടിക്കേണ്ട ആള് ഇയാളാണ്. ഇയാൾ ഇപ്പോഴാണ് എണീറ്റ് വരുന്നത്. അപ്പൊ പിന്നെ പതുക്കെ പോയി ആരെയാണ് അടിച്ചത് എന്നുള്ളതൊന്ന് ഒന്നിങ്ങനെ ചികഞ്ഞ് അന്വേഷിച്ച് നോക്കുമ്പോ സ്വന്തം ഉസ്താദിനെയാണല്ലോ അടിച്ചത്. റബ്ബേ, 2 ശിഷ്യന്മാര് തമ്മിലുണ്ടായ കശപിശയാണ്. രാത്രിയിൽ ഒരു വർത്താനങ്ങളൊക്കെ ഉണ്ടായി, ഒന്തും തള്ളൊക്കെ ഉണ്ടായി. അങ്ങനെ കിടക്കാൻ നേരത്ത് സുബൈന്റെ മുമ്പ് എണീക്കാനെ കാണിച്ചു തരാന്ന് മറ്റാള് പറഞ്ഞു. ആ പറച്ചില് കിടന്ന ഒരാൾ അങ്ങനെ ഉറങ്ങി. മറ്റാള് സുബൈക്കിന്റെ മുമ്പ് മറ്റാൾ എണീക്കുമല്ലോ എന്ന് കരുതി ഇങ്ങനെ കാത്തുനിന്ന് സുബൈന്റെ മുമ്പ് ആ സ്പേസിലേക്ക് വന്നത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഈ സുഹൃത്തിനോട് മറ്റാൾ ചോദിച്ചു, അല്ല നിന്നല്ലേ ഞാൻ അടിച്ച്? നീ അടിച്ചു എന്നൊന്നു. ഉറക്കത്തിലാ? എന്നെ അടിച്ചിട്ടില്ലല്ലോ ആരും.
അപ്പൊ പിന്നെ ഉറപ്പായി ഉസ്താദിനെ തന്നെയാണ് അടിച്ചത്. ഉസ്താദിന്റെ മുന്നിൽ പോയി പൊട്ടിക്കരണ്ട് പറഞ്ഞു, ഉസ്താദെ മാപ്പാക്കണം, മാപ്പാക്കണം ഉസ്താദെ, മാപ്പാക്കണം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? നീ എന്നെ അടിക്കുമ്പോ തന്നെ എനിക്കറിയാം നീ ആള് മാറിയിട്ട് അടിക്കണത്. ഓരോ അടി നീ അടിക്കുമ്പോഴും ഞാൻ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, പുറത്തു കൊടുക്കല്ല, പുറത്തു കൊടുക്കല്ല. എന്നെ അടിച്ചതിന്റെ പേരിൽ ഒരു ശിക്ഷയും കൊടുക്കരുത്, ഒരു ഇടങ്ങേറുണ്ടാക്കരുത്. എന്താണ് ആ കൽബ്? ഒന്ന് വിലയിരുത്തിയാട്ടെ. എന്താണ് ആ മനസ്സ്? അവരെ മനസ്ഥിതി എന്താ? ഗഫാറൻ സത്താറൻ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എത്ര കള്ളന്മാരെയും എത്ര ആളുകളെയുമാണ് സഹോദരങ്ങളെ നന്നാക്കിയത്. എന്നാ ആ കള്ളന്മാരായ ആൾക്കാർ റിഫായി ശൈഖ് റളിയല്ലാഹുവിനെ കൊണ്ട് നന്നായിട്ട് പിന്നെ മഹാനവറുകളെ മജ്‌ലിസിലേക്ക് പോകുമ്പോ അവരെ മനസ്സിൽ ഒരു വല്ലാത്ത ബേജാറ്. ഇന്നലെ ഇപ്പൊ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എന്നെ പിടികൂടിയത് ഞാൻ കക്കാൻ പോയ സമയത്താണ്. പക്ഷെ ആ സ്വഭാവവും ആ ഉപദേശം കേട്ട് എന്റെ മനംമാറ്റം വന്നു. എനിക്ക് ആ മജ്‌ലിസ് പോകുമ്പോ എന്നെങ്ങാനും ഇന്നലെ വന്ന നമ്മളെ ആ കളവടത്തിയ ആളാണ് ആ വരുന്നതെങ്ങാനും പറയോ? ഇല്ലല്ലല്ല, സത്താറൻ. അവര് പിന്നെ പുറത്തു പറഞ്ഞ കഥയാണ് ഈ ശിഷ്യൻ, ഞാൻ ഇങ്ങനെയാണ് നന്നായത്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എന്നെ പിടികൂടിയത് ഇങ്ങനെയാണ്, അങ്ങനെ ആ അവസ്ഥയിൽ ഞാൻ വന്നു. എന്റെ മനസ്സിലൊരു ബേജാറ്, ഞാനെങ്ങാനും ആ മജ്‌ലിസിക്ക് പോകുമ്പോ എന്നെങ്ങാനും ഇന്നലെ കണ്ട ആ കള്ളെന്നുള്ള അർത്ഥത്തില് ഒന്ന് നോക്കൂ, ഒന്ന് പറയോ? ഇല്ലല്ല. ഒരു പുതിയ ശിഷ്യൻ എങ്ങനെ ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് വരുമ്പോ ഉസ്താദ് സ്വീകരിക്കോ, അങ്ങനെയാണ് എന്നെ സ്വീകരിച്ചത്. അപ്പൊ എത്രയാണ് ഓല സത്ർ അല്ലേ? ഒന്ന് മറച്ചു വെക്കാനുള്ള കഴിവുണ്ട്. മറച്ചു വെക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ വലിയ കഴിവല്ലേ, വല്ലാത്ത കഴിവാണ്. അള്ളാഹു നമുക്ക് ആ കഴിവേറ്റി തരട്ടെ. കണ്ട ആരും ആമീൻ പറയില്ല. അള്ളാഹു ആ കഴിവേറ്റി തരട്ടെ. ആ കഴിവാണ് വേണ്ടത് സഹോദരങ്ങളെ. സത്രു ഔറത്തിൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ന്യൂനത, ഒരു മുസ്ലിമിന്റെ സ്വകാര്യം, വീക്ക്നെസ് മറച്ചു വെക്കാനുള്ള കഴിവ്, അത് വല്ലാത്തൊരു കഴിവാണ്. മൻ സത്തറ മുസ്ലിമൻ സത്തറ അല്ലാഹു യൗമൽ ഖിയാമ. മൻ സത്തറ മുസ്ലിമൻ, ഒരു ഹദീസിൽ അങ്ങനെ കാണാം, മൻ സത്തറ ഔറത അഖീഹിൽ മുഅ്മിൻ, സ്വന്തം സുഹൃത്തിന്റെ ന്യൂനത അത് മറച്ചു വെച്ചു. പാട്ടടിയില്ല, ഇവളൊക്കെ പബ്ലിസിറ്റി അല്ലേ, എഴുതി വിടല്ലേ ഇപ്പോ അല്ലെ? എങ്ങോട്ടൊക്കെ എഴുതി വിടണം? ഇവിടെ നേരെ അമേരിക്കക്കോ എഴുതി വിടല്ലേ? എവിടെ സത്ര്? മറച്ചു വെക്കാൻ അവിടെ കഴിവ്, അതൊരു വല്ലാത്ത കഴിവാണ്. നമ്മള് മാത്രമേ കണ്ടിട്ടുള്ളൂ. മറച്ചു വെക്കാൻ കഴിവാണം. സഹോദരിമാരെ, എങ്ങൾക്ക് അങ്ങനെ കഴിവുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മുത്തഖിയായ പെണ്ണ് ആ പെണ്ണാണ്. എന്റെ കഴിവ് വേണം. ആരും അറിഞ്ഞിട്ടില്ല, അല്ലാഹു തആല അറിഞ്ഞിട്ടുണ്ട്. സലീഖ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ എല്ലാ വാതിലും പൂട്ടിയിട്ടല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിക്കാൻ പോയത്? വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈത ലക്, എല്ലാ വാതിലും അടച്ചു, കൊട്ടി അടച്ചു. എന്നിട്ട് ഇങ്ങോട്ട് വരീന്ന് പറഞ്ഞു. ആ വിളിച്ചിട്ട് കുപ്പായം കീറിയതും മറ്റും കഥകളൊക്കെ ആ സലീഖയുടെ ഭർത്താവായ ഖിത്ഫീറിനോട്, അഥവാ അസീസ് രാജാവ്, ആ രാജാവിന്റെ ശരിക്കുള്ള പേരാണ് ഖിത്ഫീർ. ഖിത്ഫീറിനോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ, സാരല്ല, ഇത് നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടായ ചതിയാണ്, അതിന് അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം, ദോഷങ്ങൾക്ക് പൊറുക്കലിനെ തേടണം എന്നൊക്കെ ഉപദേശം കൊടുത്തു. ഈ വിഷയം എങ്ങനെ പിന്നെ നാടൊട്ടാകറിഞ്ഞ്? സാക്ഷിയായ ആള് അവരോടെ പറഞ്ഞിട്ടുള്ളൂ. സാക്ഷി ആരാ? എട്ടും പൊട്ടും തിരിയാത്ത ഒരു ചെറിയ തൊട്ടിലിൽ കഴിയുന്ന ഒരു കുട്ടി. ആ കുട്ടിയാണ് വിശദീകരിച്ചത്, ഖിത്ഫീറിനോട് പറഞ്ഞത്, ഇതിൽ സത്യം തിരിയാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കുപ്പായം കീറിയത് എവിടുന്നാ നോക്കിയാൽ മതി. പിന്നിൽ നിന്നാണെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വാദിഖീങ്ങളിൽ പെട്ട ആളാണ്, സലീഖ പറഞ്ഞത് കളവാണ്. മുന്നിൽ നിന്നാണെങ്കിൽ സലീഖ പറഞ്ഞത് ശരിയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം കാദിബീങ്ങളിൽ പെട്ട ആളാണ് എന്ന് കുട്ടിയാ പറഞ്ഞത്. ഏത് കുട്ടി? ആ കുട്ടി പിന്നെ മിണ്ടിയിട്ടില്ല. ആ കുട്ടി ആ വിഷയം വിസ്തരിക്കാൻ വേണ്ടി മാത്രം സംസാരിച്ചതാണ്. പിന്നെ എങ്ങനെ പുറത്തറിഞ്ഞു? അവിടെയാണ് സഹോദരിമാരെ കഴിവ് വേണ്ടത്. രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവ്, സ്വകാര്യത സൂക്ഷിക്കാനുള്ള കഴിവ്, അത് വലിയൊരു കഴിവാണ്, ചെറിയ കഴിവൊന്നുമല്ല. അല്ലാഹു തആല എത്ര വലിയ സത്താറ നോക്കി നിങ്ങൾ. നമ്മളെ ഏതെങ്കിലും ഒരു വീക്ക്നെസിന്റെ പേരിൽ നമ്മളെ ഒന്ന് ശിക്ഷിക്കണമെന്ന് കരുതി അള്ളാഹ്ക്ക് പണിയുണ്ടോ? ഒരു പണിയില്ല. എത്ര അയ്ബുകളാ നമ്മുടെ അല്ലാഹു തആല മറിച്ചു തരുന്നത്. അല്ലാഹു മഗ്ഫിറത്താക്കി തരട്ടെ, അല്ലാഹു അത് പുറത്തു തരട്ടെ. ആഖിറത്തിലെത്തുമ്പോ അതിന്റെ ഒരു ചെറിയ തരി പോലും കാണാത്ത രൂപത്തിൽ അല്ലാഹു മായ്ച്ചു തരട്ടെ. അല്ലാത്ത സത്രല്ലേ അല്ലാഹുവിന്റെ. സലീഖ ഒരു പെണ്ണിനോട്, വീട്ടിലുള്ള എപ്പോഴും കൂടെ താമസിക്കുന്ന വസിക്കുന്ന ഒരു പെണ്ണിനോട് പറഞ്ഞു,
അങ്ങനെ ഒരു വിഷയം ഉണ്ടായി, ആരോടും പറയണ്ട. ആ പെണ്ണ് വേറൊരു പെണ്ണിനോട് ഇങ്ങനെ വിഷയം ഉണ്ടായി, ആരോടും പറയണ്ട. ആ പെണ്ണ് വേറൊരു പെണ്ണിനോട് ഇങ്ങനെ വിഷയം ഉണ്ടായി, ആരോടും പറയണ്ട. ആ ആരോടും പറയണ്ട എന്നുള്ളതും പറയേണ്ട സംഗതിയാന്നുള്ള കണക്കൂട്ടിയിട്ട് അതും ഒരു വസിയത്ത് പോലെ കൈമാറി. അപ്പോഴല്ലേ സ്വകാര്യം പരമകാരിയായി മാറുന്നത്. ഒരാള് മറ്റേ ആരോടും പറഞ്ഞിട്ടോ സീക്രട്ടാണ്, അയാള് വേറെ ആളും പറയും ആരോടും പറഞ്ഞിട്ടോ സീക്രട്ടാണ്. എവിടെ സീക്രട്ട്? ഇപ്പോ രഹസ്യം, അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കണം, പറയരുത്. പറയാതിരിക്കാനുള്ള കഴിവാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉമ്മമാരെ ഉണ്ടായിരുന്ന കഴിവിൽ വലിയൊരു കഴിവാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം അടുത്തേക്ക് അണച്ചുകൂട്ടി, ഇടത്തെ ഭാഗത്ത് ഇങ്ങനെ അണച്ചുകൂട്ടി പിടിച്ച് ഇരുത്തിയിട്ട് കൈയൊക്കെ ഇങ്ങനെ തോളിലൂടെ ഇങ്ങനെ ഇട്ടൊന്ന് അണച്ചുകൂട്ടി പിടിച്ചിരുത്തി. മകൾ അടുത്ത് തന്നെയാണ്, ഉപ്പാന്റെ അടുത്താണ് മകൾ ഇരുത്തേണ്ടത്. അതിന് കേടൊന്നുമില്ല, ഇനി അതിൽ തെറ്റിദ്ധാരണ മറ്റൊന്നും ഉണ്ടാകണ്ടേയില്ല. വാത്സല്യത്തോടും സ്നേഹത്തോടും അങ്ങനെയാണ് ചേർത്തിരുത്തിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അപ്പുറത്തുനിന്ന് കാണുന്നുണ്ട് ഈ രംഗം. വലത്തെ കാതിൽ ഒരു വിഷയവും അത് പറഞ്ഞപ്പോ ഫാത്തിമ ബീവിക്ക് സങ്കടം സഹിക്കാതെ കരച്ചിൽ വന്നു. ഇടത്തെ കാതിലൊരു വിഷയം പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് സന്തോഷം വന്നു, കരച്ചിൽ നിന്നു. ഈ രണ്ടവസ്ഥയും ആയിഷ റളിയല്ലാഹു അൻഹ അപ്പുറത്തുനിന്ന് കാണുകയാണ്. ഇതിൽ വല്ലാത്തൊരു ഇൽമു പഠിക്കാനുണ്ട് എന്ന് കരുതിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ മഹദി പറഞ്ഞു, ഇന്നഹാ സിർറുൻ. അത് കാതിലൂടെ പറഞ്ഞതല്ലേ, അത് പറയില്ല. ഇപ്പൊ ഞാനത് പറയില്ല. മുത്ത് നബി തങ്ങളെ ഹയാത്ത് കാലത്ത് ഞാനത് പറയില്ല. എത്ര ചോദിച്ചാലും ഞാനത് പറയില്ല. എന്തിനാ ചോദിക്കുന്നത്? അതിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള ഇൽമുണ്ടാകും, പകർത്താനുള്ള ഇൽമുണ്ടാകും. ഫാത്തിമ ബീവിയോടല്ലേ പറഞ്ഞു കൊടുത്തത്. തങ്ങളെ വഫാത്തിനു ശേഷം ആ വിഷയം ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു. ഒന്നാമത്തെ കാതിൽ എന്നോട് പറഞ്ഞ വിഷയം, മോളെ, എല്ലാ വർഷവും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വന്ന് എനിക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഭാഗം ഒരു തവണ മൊത്തമായി എൻ്റെ മുന്നിൽ നിന്ന് ഓതിത്തരാറുണ്ട്. ഈ വർഷം അത് 2 തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഖദ് ഖറബ അജലീ, എൻ്റെ അവധി അടുത്തുപോയി. ഇത് ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മുത്തുനബി തങ്ങളെ വേർപാടോ, എന്റെ പൊന്നുപ്പ എന്നെ വേർപിരിയുകയോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് കരയുന്നത് അല്പം പോലും സഹിക്കാൻ കഴിയാത്ത ഉപ്പയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിക്ക് ഒരു വിഷമം വരുന്നത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. ആർക്ക് എന്ത് വിഷമം വന്നാലും ഫാത്തിമ ബീവിയുടെ വിഷമം മുത്തുനബി തങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കൂടുതൽ കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയാണ്. മക്കളെ കൂട്ടത്തിൽ സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ മറ്റു മക്കളെ പോലെ അല്ലല്ലോ, വേറിട്ട ബന്ധമാണല്ലോ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിജുംബിക്കരയില് അള്ളാഹുവിന്റെ റസൂലിന് അസഹ്യമായപ്പോ ഒന്നുകൂടി ചേർത്ത് പിടിച്ചിട്ട് മറ്റേ കാതില് ഒരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു, മോളെ, വിഷമിക്കേണ്ടതില്ല. അമാ തർലാ അൻ തകൂനി സയ്യിദത നിസാഇ അഹ്ലിൽ ജന്ന. നാളെ സ്വർഗത്തിൽ കിടക്കുന്ന സഹോദരിമാർക്ക് മുഴുവനും നേതൃപദവി അല്ലാഹു ഏൽപ്പിക്കുന്നത് നിങ്ങളെയാണ്. സ്വർഗത്തിലെ സയ്യിദത്താണ് നിങ്ങൾ, വിഷമിക്കേണ്ടതില്ല. ഞാനങ്ങ് പിരിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് വന്നെത്തുന്നത് നിങ്ങളാണ് കേട്ടോ. 6
6 മാസം കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും വിടവാങ്ങിയില്ലേ? ഓ സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 6 മാസമല്ലേ മഹദി ജീവിച്ചത്? വിശുദ്ധ റബീൽ തങ്ങൾ വഫാത്തായി. അത് കഴിഞ്ഞ് വിശുദ്ധ റമളാനിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയും വഫാത്തായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വകാര്യങ്ങൾ പറഞ്ഞത് ഹയാത്ത് കാലത്ത് ഒരാളോടും വെളിപ്പെടുത്തിയില്ല. അത് രഹസ്യമായി സൂക്ഷിച്ചു. വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയോട് സംഭവം പറഞ്ഞു കൊടുത്തു. ഒരു ഇൽമ് അത് ഞാൻ മറച്ചു വെച്ചു പോകുന്നത് ശരിയല്ലല്ലോ എന്ന ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് അത് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഒരു ആയത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അതും പറയൂലായിരുന്നു. ഇതൊരു ഇൽമല്ലേ? ഇത് മറച്ചു വെച്ചാൽ എനിക്കൊരു വിഷമമല്ലേ? രഹസ്യം എന്നത് തങ്ങളെ ഹയാത്ത് കാലത്ത് പരസ്യമാക്കണ്ടെന്ന് കരുതി മറച്ചു വെച്ചതല്ലേ? അത് സൂക്ഷിക്കാനുള്ള കഴിവ് വലിയൊരു കഴിവാണ്. അതേ, അല്ലാഹു തആലാന്റെ 2 ഗുണങ്ങൾ ഒരു ശൈഖിലുണ്ടാകും. ഗഫാറൻ സത്താറാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് 2 സ്വഭാവങ്ങൾ. എന്താണത്? യകൂനു ഷഫീഖൻ റഫീഖാ. ആ ശൈഖ് വല്ലാതെ വാത്സല്യമുള്ള ആളാകും. വല്ലാതെ വാത്സല്യമുള്ള ആളാകും. ആരോടും വാത്സല്യമാണ്, ആരോടും സ്നേഹമാണ്. ഒരൊറ്റ സൃഷ്ടിയെയും ഒരൊറ്റ ജീവിയെയും നോവിക്കൂല. എല്ലാവരോടും സ്നേഹമാണ്. മനുഷ്യരോട് മാത്രമല്ല സഹോദരങ്ങളെ. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ ഇസ്ഹാഖ് ഷിറാസി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. ഇമാം ഷിറാസി തങ്ങളെ ഷെയ്ഖ് എന്ന് വിളിച്ചത് ആരാണ് എന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ ആ ഷെയ്ഖ് എന്നുള്ള പേര് കൂട്ടി വിളിക്കുന്നതാണ് മഹാനവർകൾക്ക് ഇഷ്ടം. എന്നെ മുത്തുനബി തങ്ങൾ ഷെയ്ഖ് എന്നുള്ള നിലക്കല്ലേ വിളിച്ചത്. ആ പേര് എന്റെ പേരിന്റെ കൂടെ കൂട്ടുന്നതാണ് എനിക്കിഷ്ടം. അത് മുത്തുനബി തങ്ങൾ എന്നെ സംബോധന ചെയ്തപ്പോ ഷെയ്ഖ് എന്ന് വിളിച്ചത് വല്ലാത്തൊരു അലങ്കാരമായി സ്വീകരിച്ചു. ആ മഹാനുഭാവന്റെ കൂടെ ഒരാളും കൂടിയിട്ട് ഒരു റൂട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ, ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് അപ്പുറത്തൊരു നായയെ കണ്ടു. ഷിറാസി ഇമാമിന്റെ കൂടെയുള്ള ആള് നായനെ ആട്ടിയപ്പോ ഷിറാസി തങ്ങൾ പറഞ്ഞു, ആട്ടരുത്. അമ്മാ അലിൻത അന്നത്വരീഖ ബൈനി വ ബൈനഹു മുശ്തറകുൻ. ഈ റോഡ് എനിക്ക് പോകാനുള്ളതുമാണ്, നായക്കും പോകാനുള്ളതാണ്. എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ റോഡല്ലല്ലോ. നമ്മൾ പോകുന്ന റോട്ടിലല്ലേ, പബ്ലിക് റോഡല്ലേ, നമുക്ക് മാത്രമല്ല അവർക്കുള്ളതാണ്. അവരെ എറിഞ്ഞു ഓടിച്ച് ഇടങ്ങേറാക്കണ്ട. ശല്യം ചെയ്യാൻ വേണ്ടി വരാണെങ്കിൽ, കടിക്കാൻ വേണ്ടി വരാണെങ്കിൽ ഒന്ന് ഓടിച്ചാൽ മതി. അവിടെ അങ്ങനെ കിടക്കാണ്, കിടന്നോട്ടെ. നമ്മളിനി അതിനെ സ്വീപ്പാക്കിട്ട് ഉറക്കം കെടുത്തണം. വണ്ടിക്ക് പുറത്തൂടെ പോകാൻ നേരമുണ്ട്, അതിനങ്ങനെ പോയാൽ മതിയല്ലോ. പുറത്തൂടെ നടന്നു പോകാൻ നമുക്ക് സ്ഥലമുണ്ട്, നമ്മൾ നടന്നു പോയാൽ അതിനെ ആട്ടി ഇടങ്ങേറാക്കണ്ടല്ലോ. അവിടെ കിടന്നോട്ടെ, ഉറങ്ങിക്കോട്ടെ. നമുക്കും അവർക്കും ഉള്ളതല്ലേ റൂട്ട്. നമുക്ക് മാത്രം റൂട്ടില്ലല്ലോ, പൊതുവായിട്ടുള്ളതല്ലേ. നമ്മളെ വീട്ടിലേക്കുള്ള റൂട്ടിൽ എത്ര ആള് വരലുണ്ട്? ഒന്നും മുടക്കണ്ട. എന്താണ് അവരെ മനസ്ഥിതി? രക്തം കുടിക്കാൻ വേണ്ടി വന്ന കൊതുകിന് വേണ്ടി കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് കാണിച്ചു കൊടുത്ത മഹാനാണ് ഇമാം റിഫായി റളിയല്ലാഹു അൻഹു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉളു എടുത്തിട്ട് ഇങ്ങനെ ദ്വാരക്കാണ്. ദ്വാരക്കുമ്പോ ഒരു കൊതുക് വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം തിന്നാൻ തുടങ്ങി. അപ്പൊ മഹാനവർകൾ ഈ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു, എത്രയായിട്ടും താത്തുന്നില്ല. അപ്പൊ ശിഷ്യനായ യാക്കൂബ് റളിയല്ലാഹു അൻഹു പഠിച്ചോനെ, ഉസ്താദ് കൈ എന്താ അങ്ങനെ താത്താത്തത്? ദ്വായൊക്കെ കഴിഞ്ഞല്ലോ, കയ്യിന് വല്ലതും പറ്റിയോന്ന് വെച്ച് കയ്യെ ഒന്നിങ്ങനെ പിടിച്ചു നോക്കുമ്പോ കൊതുക് അതിന്റെ ടാങ്കൊക്കെ ഫുള്ളാക്കി ഇങ്ങനെ പതുക്കെ പോകുന്നുണ്ട്. അപ്പോഴും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ശിഷ്യനോട് പറയുന്നത്, ശവ്വസ്തല ഹാദിഹിൽ ലൈഫ, ഈ സാധു ജീവിന്റെ ഭക്ഷണം മുടക്കിയല്ലോ നീ. അത് കുടിച്ചാൽ തന്നെ എത്ര ചോര കുടിക്കും. കൊതുക് ചോര കുടിക്കുന്ന നമുക്ക് പ്രശ്നം. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ഫില്ലർ മൊത്തം എടുത്താൽ പ്രശ്നമില്ല. ഷുഗർ ടെസ്റ്റ് ചെയ്യാനേ ഒരു തുള്ളി മതിയല്ലോ. പക്ഷെ ആ ടെസ്റ്റ് നടക്കാൻ ഒരു ഫില്ലർ ഒന്നായിട്ട് എടുത്താൽ നമുക്ക് പരാതി ഒന്നുമില്ല, വേദനിച്ചാലും കുഴപ്പമില്ല. അതേ സമയത്ത് ഒരു കൊതുക് ഇങ്ങനെ വന്നിട്ട് എത്രയത് എടുക്കുക, കുറച്ചല്ലേ എടുക്കുള്ളൂ. പക്ഷെ അപ്പോഴേക്ക് നമ്മൾ അതിനെ ചമ്മന്തിയാക്കി വിടുന്നു. അതിൽ കുറ്റുണ്ട് തെറ്റുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്ത് ശിക്ഷ ഉണ്ട് എന്നല്ല. പക്ഷെ ഇവരെ ഖൽബിന് അങ്ങനെ കഴിയൂല. അവരെ റഫത്തും അവരെ ഷഫഖത്തും അങ്ങനെയാണ്.
അവരെ സ്നേഹവും അവരെ മനസ്സിലുള്ള വാത്സല്യവും അങ്ങനെയാണ്. അതും അല്ലാഹുവിന്റെ ഒരു മഖ്ലൂഖല്ലേ. നമ്മളെന്തിനാ അതിനെ ബുദ്ധിമുട്ടാക്കുന്നത്, ഇടങ്ങേറാക്കുന്നത് എന്തിനാ? അവർക്കതിലൊന്നും കുറ്റം കാണാൻ കഴിയൂല, അവർക്ക് അതിലൊക്കെ ഓരോ നന്മ കാണാനേ കഴിയുള്ളൂ. അങ്ങനെയാണ് അവരെ ഖൽബിന്റെ തെളിച്ചം. മൂസാ നബി അലൈഹി സ്വലാമിനോട് കൂടെ നടക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഒരു നായ ഇങ്ങനെ ചത്ത് കിടക്കാണ്, നായ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതിന്റെ പല്ലിന് നല്ല വെളുപ്പുണ്ടല്ലേ, എന്റെ പല്ല് നോക്കി, പല്ല് എന്ത് ചൊറുക്കുണ്ട്, നല്ല വെളുപ്പുണ്ടല്ലേ, കറൊന്നുമില്ല നായന്റെ പല്ലിന്. എന്താ അവർ കാണുന്ന കാഴ്ചപ്പാട്? അത് അല്ലാഹുവിന്റെ ഒരു മഖ്ലൂഖാണ്. അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖിൽ നമ്മൾ എന്താ അയ്ബ് കാണാനാ? അത് അള്ളാഹുവിന്റെ ഒരു പടപ്പല്ലേ. നമ്മൾ എന്തിനു കുറ്റപ്പെടുത്താൻ? ഇനി ഒന്നുമില്ലെങ്കിൽ അവരെ കൂട്ടത്തിൽ ഒരു മെമ്പർ സ്വർഗത്തിലാന്ന് ഉറപ്പല്ലേ? നമ്മളീ പറയുന്ന നമുക്ക് ഉറപ്പുണ്ടാവും? ആ കിടക്കുന്ന നായന്റെ കൂട്ടത്തിൽ ഒരു മെമ്പർ സ്വർഗത്തിലല്ലേ? വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീർ. അതങ്ങനല്ലേ ഒരു മെമ്പർ, ഒരു ബഹുമാനം കിട്ടിയതല്ലേ. അപ്പൊ അവിടെ ഒരു വീക്ക്നെസ് അവർ കാണൂല. അവരെ സ്നേഹം, അവരെ വാത്സല്യം അങ്ങനെയാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.